മക്കളെ, നീറ്റിന്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡീറ്റെയിൽ വീഡിയോ മുമ്പ് ചെയ്തിരുന്നു. അപ്പൊ അതിനുശേഷം പിന്നീട് തുടർച്ചയായിട്ട് വന്ന ചില സംശയങ്ങളും അതിന്റെ മറുപടിയുമാണ് ഈ വീഡിയോയിൽ. അതായത് തുടർച്ചയായിട്ട് ചോദിച്ച ചോദ്യങ്ങളുടെയും അല്ലെങ്കിൽ അതിന്റെ മറുപടി മാത്രമാണ്. അതിൽ ഒന്നാമത്തേതാണ് ഡോക്യുമെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് ചോദിച്ച ചോദ്യമാണ്, പാസ്പോർട്ട് ഫോട്ടോയിലും പോസ്റ്റ് കാർഡ് ഫോട്ടോയിലും ഡേറ്റും പേരും വെക്കേണ്ടതുണ്ടോ? അപ്പൊ ഇത് പ്രോസ്പെക്ടസിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പ്രിഫറബിൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ വെച്ചാൽ നന്നാവും എന്നേ ഉള്ളൂ, വെക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ വെക്കാതെയും ഇരിക്കാം. കുറച്ച് കുട്ടികളുണ്ട്, മുമ്പെടുത്ത ഫോട്ടോ ഉപയോഗിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ഫേസുമായിട്ട് ഇപ്പോൾ വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ അതേ ഫോട്ടോ ഉപയോഗിക്കാം. പക്ഷെ ഡേറ്റ് നിങ്ങൾ വെക്കുകയാണെങ്കിൽ റീസെന്റ് ഡേറ്റ് തന്നെ വെക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ ഡേറ്റ് വെക്കേണ്ടതില്ല. പഴയ ഡേറ്റ് ഒരിക്കലും വെക്കരുത്. വെക്കണമെന്നോ വെക്കേണ്ടെന്നോ നിർബന്ധമില്ല, എന്തും ചെയ്യാം. അത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത ഡേറ്റും നിങ്ങളുടെ പേരും വെക്കണമെങ്കിൽ വെക്കാം. വെക്കുകയാണെങ്കിൽ റീസെന്റ് ഡേറ്റ് വെക്കുക എന്ന് മാത്രം. റൈറ്റ്. രണ്ടാമത്തെ സംശയമാണ് സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട്. NCL സർട്ടിഫിക്കറ്റ്, EWS, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ. അപ്പൊ എന്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, കഴിഞ്ഞ വർഷം എടുത്തതാണ്, അപ്പൊ അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇത്രയും ഓർത്താൽ മതി, വാലിഡ് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം, നിലവിൽ വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഡേറ്റ് വരെ അതിന്റെ വാലിഡിറ്റി എങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടാവണം. ഇപ്പൊ അതിന്റെ റീസൺ, ഇപ്പൊ തൊട്ടടുത്ത് JEE എക്സാമിന് അപ്ലൈ ചെയ്ത കുട്ടികളുണ്ട്, അവരുടെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, അവർക്ക് അത് തന്നെ ഉപയോഗിക്കാം, വേറെ അപ്ലൈ ചെയ്യേണ്ടതില്ല. അപ്പോ കഴിഞ്ഞ അല്ലെങ്കിൽ ഈ നടക്കുന്ന സാമ്പത്തിക വർഷത്തെ NCL സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, അതായത് വാലിഡിറ്റി ഉള്ളതുണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാം, പുതിയതിന് അപ്ലൈ ചെയ്യേണ്ട. അപ്ലൈ ചെയ്യാൻ പോലെ അവർ പറയും ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ വാലിഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ എന്ന് ചോദിക്കും. ഓക്കെ, അപ്പൊ വാലിഡ് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. അതില്ലെങ്കിൽ മാത്രം നിങ്ങൾ പുതിയതിന് അപേക്ഷിച്ചാൽ മതി. അങ്ങനെ പുതിയത് അപേക്ഷിക്കുകയാണെങ്കിൽ എവിടെ നിന്നാണ് അപേക്ഷിക്കേണ്ടത്? താലൂക്കിൽ നിന്നാണ്, വില്ലേജിൽ നിന്നല്ല. ഇതൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഒരുപാട് കുട്ടികൾ ചോദിച്ചു വില്ലേജിലെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് മതിയോ? പറ്റില്ല. JEEക്ക് അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾ താലൂക്കിലേതാണ് കൊടുത്തത്, അത് തന്നെ ഉപയോഗിക്കാം. ഇനി പുതിയതായിട്ട് എടുക്കണമെങ്കിലും താലൂക്കിൽ നിന്ന് തന്നെ എടുക്കണം. പിന്നെ അത് സെൻട്രൽ എഡ്യൂക്കേഷണൽ പർപ്പസിലായിരിക്കണം. സെൻട്രൽ എഡ്യൂക്കേഷണൽ പർപ്പസിലായിരിക്കണം എടുക്കുന്നത്. JEEക്ക് എടുത്തത് അങ്ങനെ തന്നെ ഉപയോഗിക്കാം. പുതിയതായിട്ട് എടുക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കുക, താലൂക്കിൽ നിന്നാണ്, സെൻട്രൽ എഡ്യൂക്കേഷണൽ പർപ്പസിലാണ്. റൈറ്റ്. അപ്പൊ ഇത് NCLന്റെയും EWSന്റെയും ഒക്കെ കേസ് വാലിഡ് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. പിന്നെ ഉള്ളതാണ് നിങ്ങളുടെ തമ്പ് ആൻഡ് ഫിംഗർ, 10 പേരുടെയും ഇംപ്രഷൻ, അതുപോലെ സിഗ്നേച്ചർ. ഇതൊക്കെ എന്താ ചെയ്യുക? അതിനും ഈ പറഞ്ഞ പോലെയാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്ത കുട്ടികളുണ്ട്, അവരുടെ ഇതേ സാധനത്തിന്റെ കോപ്പി ഉണ്ട്, അത് തന്നെ ഉപയോഗിക്കാം. നിങ്ങളുടെ സിഗ്നേച്ചർ മാറിയിട്ടില്ല, നിങ്ങളുടെ തമ്പ് ഇംപ്രഷനും മാറിയിട്ടില്ല, അപ്പൊ നിങ്ങൾക്ക് അത് തന്നെ ഉപയോഗിക്കാം. അപ്പൊ കഴിഞ്ഞ വർഷത്തേത് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പുതിയതായിട്ട് എടുത്ത് സ്കാൻ ചെയ്തിട്ടും ഉപയോഗിക്കാം. റൈറ്റ്. പിന്നെ ഉള്ളതാണ് അഡ്രസ് പ്രൂഫ്. അഡ്രസ് പ്രൂഫായിട്ട് എന്തൊക്കെ കൊടുക്കാം? ഏറ്റവും പ്രിഫറബിൾ ആധാറാണ്, ഏറ്റവും നല്ലത് അതായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്രസ് പ്രൂഫായിട്ട് വോട്ടേഴ്സ് ID കൊടുക്കാം, ബാങ്കിന്റെ പാസ്ബുക്ക്. ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ സെന്റർ ഓപ്റ്റ് ചെയ്യുമ്പോൾ, ഇപ്പോ നിങ്ങൾക്ക് കേരളത്തിലെ സെന്റർ കിട്ടണം, അപ്പൊ കേരളത്തിലെ ഏതെങ്കിലും ഒരു അഡ്രസ് കാണിക്കുന്ന ഒരു ഡോക്യുമെന്റ് വെച്ചാൽ മതി. ഇപ്പൊ നിങ്ങളുടെ ആധാർ കാർഡ് വെച്ചു, ആധാർ കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും സെന്റർ കൊടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ എക്സാം എഴുതണമെങ്കിൽ തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഒരു അഡ്രസ് കാണിക്കണം. കേരളത്തിൽ എവിടെ എഴുതാനും നിങ്ങൾക്ക് കേരളത്തിലെ ഒരു അഡ്രസ് പ്രൂഫ് മതിയാവും. പക്ഷെ തമിഴ്നാട്ടിൽ എഴുതണമെങ്കിൽ തമിഴ്നാട്ടിലെ ഒരു അഡ്രസ് കാണിക്കണം. ഓക്കെ. ഇനി അതല്ല, ആന്ധ്രയിൽ എഴുതുന്നത്, ഇതൊക്കെ സെയിം ആണ്. അപ്പൊ ഏത് സംസ്ഥാനത്താണോ നിങ്ങൾ എക്സാം എഴുതാൻ ടെൻഡർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, ആ സംസ്ഥാനത്തെ ഒരു അഡ്രസ് പ്രൂഫ് ഉണ്ടാവണം. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് നാട്ടിൽ തന്നെ എഴുതേണ്ടി വരും. അതായത് നിങ്ങളുടെ അഡ്രസ് എവിടെയാണോ ആ സ്റ്റേറ്റിൽ എഴുതണമെന്ന് മാത്രം. ആ സ്റ്റേറ്റിലെ ഏത് സെന്ററും നിങ്ങൾക്ക് കൊടുക്കാം, അതിൽ പ്രശ്നമില്ല. ഓക്കെ. അത് തെളിയിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇപ്പോൾ പ്രസന്റ് അഡ്രസ് തെളിയിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ബാങ്ക് പാസ്ബുക്ക് ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ ബാങ്ക് പാസ്ബുക്ക്, അല്ലെങ്കിൽ കോളേജ് ID കാർഡ്. ഇപ്പൊ ചില കുട്ടികൾ തമിഴ്നാട്ടിലായിരിക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പൊ അവർക്ക് അവിടുന്ന് തന്നെ നാട്ടിൽ വരാതെ എക്സാം എഴുതാൻ പറ്റുമോ? ഇപ്പൊ ഡിഗ്രി പഠിക്കുന്ന കുട്ടികളുണ്ടാവും, അപ്പൊ അല്ലെങ്കിൽ നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ എഴുതണമെങ്കിൽ കോളേജ് ID കാർഡ് പ്രസന്റ് അഡ്രസ് ആയി കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തമിഴ്നാട്ടിൽ സെന്റർ വെക്കാം. റൈറ്റ്. പിന്നെ ഉള്ളത് റേഷൻ കാർഡ് ഉപയോഗിക്കാം, പാസ്പോർട്ട് ഉപയോഗിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് അഡ്രസ് പ്രൂഫ് ആയിട്ട് ഉപയോഗിക്കാം. ഇനി രജിസ്ട്രേഷന് മുമ്പ് NTA പറഞ്ഞിരുന്ന അബാർ ID, അതൊരു ഓപ്ഷണൽ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അബാർ ID ഉണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാം. ഉണ്ട് എന്ന് പറഞ്ഞാൽ ആധാർ ID നമ്പർ കൊടുത്തും പ്രൊസീഡ് ചെയ്യാം. അപ്പൊ ഇത് അത്ര മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞിട്ടില്ല. അതേപോലെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നെയിം ഈച്ച് ഫയൽ. അതായത് നിങ്ങളിപ്പോ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങളുടെ പേര് പിന്നെ സ്പേസ് ഇട്ട് പാസ്പോർട്ട് ഫോട്ടോ എന്ന് കൊടുക്കുക. ഇനി നിങ്ങൾ പോസ്റ്റ് കാർഡ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ പേര് പോസ്റ്റ് കാർഡ് കൊടുക്കുക. അപ്പൊ ഓരോ ഫയലിനും പേര് കൊടുക്കണം. ഏത് ഫയലാണോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫയലിന് നിങ്ങളുടെ പേര് പ്ലസ് അതിന്റെ സ്പേസ് ഇട്ട് അത് ഏത് ഡോക്യുമെന്റ് ആണ് എന്ന് സ്പെസിഫൈ ചെയ്യണം. അത് നിങ്ങളൊരു കഫയിലാണ് ചെയ്യുന്നതെങ്കിൽ അവരത് വൃത്തിയായിട്ട് ചെയ്തു തരും, അതും ശ്രദ്ധിക്കുക. ഇതാണ് ഡോക്യുമെന്റുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള കോഡുകളുമായിട്ടുള്ള സംശയങ്ങളാണ്, അതുകൂടി പറയാം. ഒന്ന്,
ക്വാളിഫിക്കേഷൻ എക്സാം കോഡാണ്. ആ ക്വാളിഫിക്കേഷൻ എക്സാം കോഡിൽ ഇപ്പോൾ +2 ഗോയിങ്, അതായത് +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർഷം ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ കൊടുക്കേണ്ട കോഡ് 1 ആണ്. എന്നാൽ നേരെ തിരിച്ച് റിപ്പീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 1 വർഷം റിപ്പീറ്റ് ചെയ്തവരും 2 വർഷം റിപ്പീറ്റ് ചെയ്തവരും 3 വർഷം റിപ്പീറ്റ് ചെയ്തവരും ഒക്കെ, അതായത് വേറെ കോഴ്സിനൊന്നും പോയിട്ടില്ല, റിപ്പീറ്റ് തന്നെയായിരുന്നുവെങ്കിൽ അവർക്ക് കൊടുക്കാവുന്ന കോഡ് 2. അതായത് അവർ +2 പാസ്സായി എന്നിട്ട് റിപ്പീറ്റ് ചെയ്യുന്നു, അതാണ് കോഡ് 2. +2 പാസ്സായി എന്നുള്ളത് മാത്രമാണ്. ഇനി നേരെ തിരിച്ചൊരു ഡിഗ്രി, സയൻസ് ഡിഗ്രി ഏതെങ്കിലും ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കോഡ് 5 ആണ്. അതേസമയം നേരെ തിരിച്ച് ഡിഗ്രി കംപ്ലീറ്റഡ് ആണെങ്കിൽ കോഡ് 6 ആണ്. അപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞവർ 5, കംപ്ലീറ്റ് ചെയ്തവർ 6. മെയിൻ കേസ് ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ വരിക. +2 ഗോയിങ് ബാച്ച് 1ഉം റിപ്പീറ്റേഴ്സ് 2. ഇനി എഡ്യൂക്കേഷൻ ബോർഡിന്റെ ഏത് ബോർഡിലാണ്? അത് ISC സിലബസിൽ +2 പഠിച്ചവർ കോഡ് 1 ആണ് കൊടുക്കേണ്ടത്. CBSE ആണെങ്കിൽ കോഡ് 3 ആണ്. കേരള സ്റ്റേറ്റ് ആണെങ്കിൽ 21. ഇത് 21ഉം 22ഉം ഉണ്ട്. അതിൽ ഏത് കൊടുത്താലും ശരിയാണ്. കുറച്ചുകൂടി നല്ലത് പബ്ലിക് എക്സാമിനേഷന്റെ കോഡായിട്ട് 21 എന്നുള്ളത് കൊടുക്കുകയാണ് ബെറ്റർ. ഓക്കെ, അപ്പൊ അതിൽ പ്രശ്നങ്ങളല്ല. അപ്പൊ ഇതാണ് അതിൽ കൺഫ്യൂഷൻ ഉള്ള കോഡ്. പിന്നെ ഉള്ളത് പേരന്റിന്റെ ഒക്യുപ്പേഷൻ ചോദിക്കുന്നത്, ആനുവൽ ഇൻകം ചോദിക്കുന്നത്, അതൊക്കെ പിന്നെ ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അത് കുറച്ചുകൂടി ഈസിയാണ്, ഒരുപാട് തേടേണ്ടതില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് തേടുന്ന അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കോഡുകൾ മാത്രം ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു. അപ്പൊ ഇത്രയുമാണ് മെയിൻ ആയിട്ട് ചോദിച്ച സംശയങ്ങൾ. ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. ഇനി ഇതല്ലാതെ മറ്റെന്തെങ്കിലും സംശയങ്ങൾ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ വാട്സപ്പിൽ അയക്കുകയാണെങ്കിൽ ഞാനത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കോമൺ ആയിട്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ചാൽ മതിയാവും. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.